ഹലോ, ഇന്നത്തെ പരിപാടി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി. ഇതെന്നാ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ അല്ലെ? അത്തിപ്പഴമാണ് കേട്ടോ. അപ്പൊ അത്തിപ്പഴം പഴുത്തിട്ടൊക്കെ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ അത്തിപ്പഴത്തിന്റെ മരവും കാര്യങ്ങളും ഉണ്ട്. ഈ സംഭവം ഉണ്ട്. അത് പഴുത്തിട്ട് വീണ് പോയിട്ടുണ്ട്, അടിഞ്ഞു വീണ് അങ്ങനെയൊക്കെ കാണും. അപ്പൊ ഇത് ഇതിനെ കൊണ്ട് നമ്മളൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. ഉച്ചക്കേക്ക് നമുക്ക് വറവ്, ഉപ്പേരി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം നമ്മൾ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ തോല് ജസ്റ്റ് ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് കാണിച്ചു തരാം. നമ്മള് അത്തിപ്പഴം വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിലേ വെട്ടിച്ചുള്ളൂ. നമുക്ക് ഇതുണ്ടോ മൂടിനൂടെ തോല് ചെത്തിയിട്ട് ചിരണ്ടി കളഞ്ഞിട്ട് വേവിച്ച കേട്ടോ. അപ്പൊ പെട്ടെന്നാകാൻ വേണ്ടി ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇത് നമ്മള് മുറിച്ചിട്ട് ഇതിന്റെ ഉള്ളില് ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ചിരണ്ടി കളയണം. ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളിലുള്ളത് ശരിക്കും ചിരണ്ടി കളയണം. കാണുന്നുണ്ടോ? അതൊക്കെ വൃത്തിയാക്കണമെന്ന്. തണിഞ്ഞിട്ടില്ല, ചൂടറിയൻസ്. ഇതുണ്ടോ, ബ്ലാക്ക് കളറിലുണ്ടാവുക. ചിലപ്പോൾ അതിൽ ഈച്ചയൊക്കെ ഉണ്ടാവും. നമ്മൾ വൃത്തിയാക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഉള്ളില് ഈ ഒരു സംഭവം നമുക്ക് ഒരു ലെയർ പോലെ ഇങ്ങനെ പൊളിച്ച് കിട്ടുന്നുണ്ട്. ലെയറായിട്ട് ഇത് കണ്ടോ, ലെയറായിട്ട് നമുക്ക് അങ്ങ് കളയണം. കാരണം ചില സമയത്ത് ഈ ഒരു വറവ് തിന്നുമ്പോൾ ഒരു ചുമ ഫീൽ ചെയ്യുന്നുണ്ട്. ചുമക്കാനുള്ളൊരു ടെൻഡൻസി വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിലത്തെ ഈ ഒരു പൊടി പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നുള്ളിക്കളഞ്ഞ് നമുക്ക് അതിൻ്റെ തോല് മാത്രമായിട്ട് ഇതുപോലെ എടുത്തിട്ട് വേണം വറവാക്കാൻ. അങ്ങനെ ഇത് നമ്മൾ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിന് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാണ് കടുക്, കറിവേപ്പില, വീണ്ടും അരിഞ്ഞിട്ട് ഉള്ളിയും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് അതാണ് വഴന്ന് വന്നുണ്ട്. അതിൽ തേങ്ങ, അപ്പോൾ ഈ തേങ്ങ ജസ്റ്റ് ഒന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് ഓർക്കാൻ കാരണം തോന്നിയെങ്കിലുള്ളൂ. നമ്മുടെ ഈ ഒരു ഡിഷ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു തേങ്ങക്കെല്ലാം നല്ല മഞ്ഞ കളറിൽ നല്ലൊരു ഡിഷാണ് കേട്ടോ. നമ്മളൊരു ചക്കപ്പൂതലൊക്കെ വറവാക്കൂലേ, ആ ഒരു ഇതിലാണ് നമ്മുടെ ഉണ്ടാവുക. അപ്പം എനിക്കിവിടെ ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ സെറ്റിങ്സിൽ ചെറിയൊരു ചേഞ്ച് ചെയ്തേ. നോക്കുമ്പോൾ നോർമലായിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ലാസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് എഡിറ്റിങ്ങിൽ കയറ്റുമ്പോൾ മനസ്സിലായത് ആ വീഡിയോ സെറ്റിങ്സിന് ശേഷം കിട്ടിയതിൽ കളറൊക്കെ അങ്ങ് ഫെയ്ഡായിപ്പോയി. അതിൽ നോർമൽ കളറ് കിട്ടുന്നില്ല, ഒരു ഫെയ്ഡായ കളറാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കറിക്ക് കളറൊന്നും തോന്നാത്തത്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനെ ഫോളോ ചെയ്യുക.